ഫണ്ടമെന്റൽസ് ആൻഡ് ബേസിക്സിലെ തേർഡ് ചാപ്റ്റർ 7 വിഷ്വൽ എലമെന്റ്സ് ഓഫ് ഗ്രാഫിക് ഡിസൈൻ. നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാഫിക് ഡിസൈൻ പഠിച്ചപ്പോൾ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ എങ്ങനെയാണോ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ലേഔട്ട് അത്യാവശ്യമായിട്ടുള്ളത്, അതേപോലെയാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ന്. പക്ഷേ ഒരു പ്ലാൻ അല്ലെങ്കിൽ ലേഔട്ട് ഉണ്ടെങ്കിൽ മാത്രം ഒരു ബിൽഡിംഗ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതിന് കുറച്ച് ഫണ്ടമെന്റൽ എലമെന്റ്സ് വേണം. ഉദാഹരണത്തിന് ഇഷ്ടിക, സിമൻറ്റ്, കമ്പി, ജനലും വാതിലും ഉണ്ടാക്കാനുള്ള മരം, അതേപോലെ മേൽക്കൂര ഉണ്ടാക്കാനുള്ള ഓട്, ഇങ്ങനെ കുറേ എലമെൻസുകൾ ചേർത്തിട്ടാണ് ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആവശ്യമുണ്ട്. നമ്മൾ ഏതൊരു ഡിസൈൻ എടുത്താലും ഈ കുറേ എലമെൻസിൻ്റെ ഒരു കൂട്ടായ്മയായിരിക്കും ആ ഒരു ഡിസൈൻ. സോ ഡിസൈനിലെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതായത് എന്തൊക്കെ എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഒരു ഡിസൈൻ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതും ഏറ്റവും ബേസിക്കുമായിട്ടുള്ള എലമെൻ്റ് ആണ് ലൈൻ. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്ന പാത്തിനെയാണ് ലൈൻ എന്ന് പറയുന്നത്. ഒരു ലൈൻ വളഞ്ഞതോ അതോ നേരെയുള്ളതോ, വീതി കൂടിയതോ വീതി കുറഞ്ഞതോ, വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആകാം. ഒരു ലൈൻ്റെ ഉപയോഗവും പലതാണ്. രണ്ട് കണ്ടന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാനോ, ഒരു വാക്കിനെ അല്ലെങ്കിൽ സന്ദേശത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനോ, ഇൻഫർമേഷനെ ഡിവൈഡ് ചെയ്യാനോ, അതുമല്ലെങ്കിൽ ഡിസൈൻ പാറ്റേൺ ഉണ്ടാക്കാനോ ലൈൻ ഉപയോഗിക്കാം. മോഷൻ അല്ലെങ്കിൽ ചലനത്തെ കാണിക്കാനും ലൈൻ ഉപയോഗിക്കും. ഇവിടെ നമ്മുടെ സ്ക്രീനിൽ കുറച്ച് ഇമേജസ് ഉണ്ട്. ഇതിൽ ആദ്യത്തേത് ഒരു ആപ്പിളിൻ്റെ പടമാണ്, രണ്ടാമത്തേത് ഒരു ഡ്രോണാണ്, മൂന്നാമത്തേത് ഒരു പന്താണ്. ഈ 3 പടങ്ങളും ജസ്റ്റ് ഒരു ഐക്കൺ പോലെ ഈ സ്ക്രീനിൽ വച്ചേക്കുന്നു എന്നല്ലാതെ ഇത് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും തരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ലൈൻസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇമേജ് സ്റ്റാറ്റിക്കിൽ നിന്ന് മാറി ഒരു ഡൈനാമിക് രീതിയിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം ഇത്ര നേരം ചലിക്കാതിരുന്ന ഈ ഇമേജുകൾ ഇപ്പോൾ ഒരു ചലനത്തിൻ്റെ ഫീല് നമുക്ക് തരുന്നുണ്ട്. ഈ ആപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അത് മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നതായിട്ടും, ഡ്രോൺ താഴത്തു നിന്ന് മുകളിലേക്ക് പറക്കുന്നതായിട്ടും, ഈ പന്ത് ആരോ തട്ടിത്തെറിപ്പിച്ചതുപോലെ ഒരു ആംഗിളിലേക്ക് പോകുന്നതായിട്ടും നമുക്ക് തോന്നാം. ഇതെല്ലാം തോന്നാൻ കാരണം നമ്മൾ ആഡ് ചെയ്ത ആ ലൈൻസ് മാത്രമാണ്. അതുകൊണ്ടാണ് ലൈൻസിന് മോഷൻ്റെ ഒരു ഫീല് നൽകാൻ പറ്റുമെന്ന് പറയുന്നത്. നമ്മളുടെ ഡിസൈനിൽ എക്സാക്ട്ലി ഇങ്ങനെ യൂസ് ചെയ്യണമെന്നല്ല, പക്ഷേ ലൈൻസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഡിസൈനിന് പല രീതിയിൽ കുറച്ചുകൂടെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഫീൽ നൽകാനായിട്ട്, അല്ലെങ്കിൽ കാണുന്ന ആളുടെ ബ്രെയിനിൽ അങ്ങനെ തോന്നിപ്പിക്കാനായിട്ട് ഒരു ഡിസൈനറിന് കഴിയും. ഒരു ലൈൻ ഉപയോഗിക്കുന്നതിലൂടെ യൂസറുടെ നോട്ടത്തെ ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഒരു ലൈൻ എന്ന് പറയുമ്പോൾ സോളിഡോ, ഡോട്ടഡോ, ഡാഷ്ഡോ, ഇനിയിപ്പോൾ ഇമാജിനറിയോ ആകാം. ലൈൻ എന്ന എലമെൻറ്റിൻ്റെ ഉപയോഗം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് പ്രിന്റഡ് മീഡിയകളായിട്ടുള്ള ന്യൂസ് പേപ്പർ, മാഗസിൻ, ഫ്ലയേഴ്സ് തുടങ്ങിയവയിലാണ്. നമുക്കപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഈ ലൈൻസിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇതൊരു ന്യൂസ് പേപ്പറിൻ്റെ ടെംപ്ലേറ്റ് ആണ്, അതായത് ആക്ച്വൽ കണ്ടന്റ് അല്ല, പക്ഷേ ഏകദേശം ഒരു ടെംപ്ലേറ്റ് ആയിട്ട് വരുന്നത് ഒരു പഴയ കാലത്തെ ന്യൂസ് പേപ്പറിൻ്റെ ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം സ്ഥലങ്ങളിൽ ലൈൻസ് ഉപയോഗിച്ചിരിക്കുന്നത്, അതും പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. നമുക്ക് അതെന്തിനൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ലൈൻസിൻ്റെ യൂസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് തന്നെ ലൈൻ ഈസ് യൂസ്ഡ് ടു കണക്ട് കണ്ടന്റ്, ഇൻഫർമേഷൻ ആൻഡ് എലമെൻറ്റ്സ് എന്നതാണ്. നമ്മളുടെ ഈ ന്യൂസ് പേപ്പറിലെ ഫസ്റ്റ് പേജിലെ ടോപ്പിൽ തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയാണ്, ലൈൻ്റെ ആ ഒരു യൂസാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ന്യൂസ് പേപ്പറിൽ മൊത്തത്തിൽ ന്യൂസാണ് വരുന്നതെങ്കിലും ഈ ടോപ്പിലുള്ള ഈ പോർഷൻ ന്യൂസ് പേപ്പറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, അതായത് ന്യൂസ് പേപ്പറിൻ്റെ നെയിം, എന്താണ് അതിൻ്റെ എഡിഷൻ അല്ലെങ്കിൽ എന്നാണ് റിലീസ് ചെയ്തത്, എന്താണ് പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് ആക്ച്വൽ ന്യൂസ് അല്ല. അപ്പോൾ അത് കുറച്ച് സിമിലർ ആയിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷനാണ്. ഈ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷനെ കണക്റ്റഡ് ഇൻഫർമേഷനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും താഴെയുമായിട്ട് 2 ലൈൻസ് ആഡ് ചെയ്തേക്കാണ്. ഈ ലൈൻ എന്ന് പറയുന്നത് തന്നെ 2 ലൈൻ കമ്പൈൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്, ഒരു തിക്ക് ലൈനും ഒരു തിൻ ലൈനും. ഈ ലൈനിൻ്റെ ഉള്ളിലാണ് ഈ സിമിലർ ആയിട്ടുള്ള കണ്ടന്റ് വരുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ന്യൂസ് പേപ്പർ നെയിം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഇറങ്ങുന്ന ഡേറ്റും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. അത് കുറച്ചുകൂടെ ലോ പ്രയോറിറ്റിയിലുള്ള ഇൻഫർമേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു ലൈൻ ഉപയോഗിച്ച് ആ ഒരു ഇൻഫർമേഷനെ ഈ കൂട്ടത്തിൽ നിന്നും മാറ്റി ഡിവൈഡ് ചെയ്ത് വേറെ തിരിച്ചേക്കാണ് ചെയ്തേക്കുന്നത്. അതും ലൈൻ്റെ ഒരു യൂസായിട്ട് നമ്മൾ പഠിച്ചതാണ്. അതേപോലെ അതിൻ്റെ താഴെ മെയിൻ ഹെഡിങ് കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ട് മേ ഗോ ഹിയർ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസിന് അല്ലെങ്കിൽ ടൈറ്റിലിന് കൂടുതൽ എംഫസൈസ് നൽകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലും താഴെയും ലൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും നമ്മൾ ലൈൻ്റെ യൂസായിട്ട് പഠിച്ചതാണ്. ഇത് തന്നെ നമുക്ക് ഒരു വേർഡ് മാത്രം എംഫസൈസ് ചെയ്യാനും ഉപയോഗിക്കാം. ആ വേർഡ് മാത്രമായിട്ട് അണ്ടർലൈൻ ചെയ്താൽ മതി. അതേപോലെ പിന്നെ ലൈൻ യൂസ് ചെയ്യാവുന്നത് ഡിസൈനിനും അതേപോലെ ഇൻഫോഗ്രാഫിക്സിനും ഒക്കെയാണ്.
അതിനൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ ഈ കാണുന്ന ഈ ഒരു ഗ്രാഫ്. ഇവിടെ 2 ലൈൻസ് യൂസ് ചെയ്തിട്ട് ആ ഗ്രാഫ് വഴി ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് തരികയാണ്, അതായത് യൂസറിന് കൊടുക്കുകയാണ്. സോ അതൊരു ഇൻഫോഗ്രാഫിക്സ് ആണ്. കൂടാതെ ഇതിൽ ഡെക്കറേഷൻ പർപ്പസിനായിട്ട് പല സ്ഥലങ്ങളിൽ അണ്ടർലൈൻ ചെയ്യാനും മറ്റും ധാരാളം ലൈൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡോട്ടഡ് ലൈൻ, ഡബിൾ ലൈൻ, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈനാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് യൂസ് വന്നേക്കുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള ലൈൻസിനാണ്. അത് സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിവിടെ ടെക്സ്റ്റ് വച്ചേക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഇമാജിനറി ലൈൻ ഫോളോ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്തേക്കാണ്. അതായത് ആ ഒരു ഇമാജിനറി ലൈൻ്റെ ഇപ്പുറത്തേക്ക് ഈ ടെക്സ്റ്റ് ഒന്നും പോയിട്ടില്ല. അപ്പോൾ ബേസിക്കലി അവിടെ അങ്ങനെ ഒരു ലൈൻ ഇല്ല, എങ്കിലും ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിച്ച് അവിടം വരെ ടെക്സ്റ്റ് കൊണ്ട് നിർത്തിയേക്കാണ്. ആ ഒരു രീതിയിലാണ് ഈ ഒരു കംപ്ലീറ്റ് ന്യൂസ് പേപ്പറിൻ്റെ ടെംപ്ലേറ്റ് മൊത്തത്തിൽ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഇതാണ് ലൈൻസിൻ്റെ യൂസിൽ ലൈൻ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞേക്കുന്നത്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് വിഷ്വൽ എലമെൻ്റ് ആയിട്ടുള്ള ലൈൻ. നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നോട്ട്സ് വേണ്ടവരൊക്കെ നോട്ട് എഴുതിയെടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് വിഷ്വൽ എലമെൻ്റ് ആയിട്ടുള്ള ഷേപ്പിനെ പറ്റി നോക്കാം.